അടിപൊളിയായിട്ട് പഠിച്ച് നമ്മുടെ ഫൈനൽ എക്സാമിന് 1200-ൽ 1199 വാങ്ങിച്ച നമ്മുടെ മിടുക്കി കുട്ടി ആമിന പ്രിയ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം, കുറേ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ മക്കളെ, അമ്മയ്ക്ക് ആദ്യം തന്നെ ഒരു വലിയൊരു ഞങ്ങളുടെ ഫുൾ ഹൃദയം നിറഞ്ഞ അടിപൊളി ഒരു കൺഗ്രാറ്റ്സ് ആണ് ആദ്യം തരുന്നത്. ഓക്കെ, അപ്പോൾ മോൾ ഈ റിസൾട്ടൊക്കെ അറിഞ്ഞ സമയത്ത് എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ? ഫസ്റ്റ് നമ്മൾ റിസൾട്ട് നോക്കുമല്ലോ. +1 സമയത്ത് നമുക്ക് സ്കൂളിൽ അറിഞ്ഞതേ. +1 സ്കൂളിൽ അറിഞ്ഞപ്പം അറിഞ്ഞു, ജസ്റ്റ് വീട്ടിൽ വന്ന് പറഞ്ഞത് തീർന്നു. പക്ഷെ +2 ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം +1 മാർക്ക് കിട്ടി, ഇനി +2 കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരിത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ടോട്ടൽ നോക്കി. ഞാൻ പക്ഷേ ടോട്ടലിന് എന്താ നോക്കുന്നതെന്ന് തിരിയുന്നില്ല. നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ 200, ഒന്നിൽ മാത്രം 199 ആക്കി വെക്കാം. ഭയങ്കര സന്തോഷമായി. ഫസ്റ്റ് A+ നോക്കി, പിന്നെ നോക്കുമ്പോൾ ഇത് നോക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമായിരിക്കില്ല. നമ്മൾ വിചാരിക്കാൻ അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പാരൻസ് ഒക്കെ എന്താ പറഞ്ഞു? ഇത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഒരു വിചാരിക്കുന്നില്ല, ലൈക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഇങ്ങനെ എന്താ പറയുക, ഇത്ര കിട്ടിയോ. പിന്നെ അന്ന് ഫുൾ ഗസ്റ്റ് വരുത്തും, സ്വീറ്റ്സ് വരുത്തും, ഫുൾ. പിന്നെ അതിന് മുമ്പത്തെ ദിവസം ആയിരുന്നില്ല, പിറ്റേ ദിവസം വീട്ടിലുണ്ടായ പുറത്തു പോക്കും ഫുൾ ഒരു ഇറങ്ങായിരുന്നു. പിന്നെ മനസ്സിലായി മാർക്ക് പഠിച്ചാലും നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ. ഞാൻ അന്നേരം ശരിക്കും റിയലൈസ് ചെയ്യുന്ന ആ ഒരു മൊമെന്റിലായിരിക്കും ശരിക്കും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉയരെ ബാച്ചിലും ഉണ്ടായിരുന്നു, അതേപോലെ വേദ ബാച്ചിലും ഉണ്ടായിരുന്നു. അപ്പം എവിടെ നിന്നാണ് നമ്മുടെ എക്സാമിനർ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തത്? ഏത് ക്ലാസ്? ഞാൻ 10th പഠിക്കുമ്പോൾ ഞാൻ CBSE ആയിരുന്നേ. അപ്പോൾ നമ്മൾ എൻ്റെ തൊട്ട സീനിയേഴ്സിന് 2 എക്സാംസ് ഇല്ല. അവർക്ക് കൊറോണ ആയതുകൊണ്ട് എക്സാംസ് പോയി. നമ്മളെ സമയത്ത് അതുകൊണ്ട് CBSEക്കാർ 2 എക്സാം വെച്ചു, സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും. അപ്പം ബാക്കി സബ്ജക്ട്സ് ഒക്കെ നമുക്ക് വായിച്ചിട്ട് കണ്ടുപിടിക്കാം. ഇംഗ്ലീഷിന് ഒബ്ജക്റ്റീവ് എന്നൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം നമുക്കറിയില്ലല്ലോ ഒബ്ജക്റ്റീവ് എന്താ ഉണ്ടാവുക. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ യൂട്യൂബിൽ നോക്കും. നമ്മൾ ഹിന്ദി ചാനൽസ് ആ സമയത്ത് കാണാൻ, നമ്മൾ CBSE ഫുൾ ടൈം ഹിന്ദി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ പിന്നെയാണ് ഞാൻ ഒരിക്കൽ ഞാൻ ജസ്റ്റ് തമ്മിൽ അലക്സ് സാറിനെയും അലൻ സാറിനെയും കണ്ടു. നോക്കണോ, എനിക്കറിയില്ല, എനിക്ക് പുതിയതായിരുന്നു. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അന്ന് തൊട്ട് ഇന്ന് ഒരു അഡിക്ഷൻ ആയിരുന്നു. ഒരു മൂവി പോലെ ഫുൾ ടൈം പിന്നെ അതായിരുന്നു. അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ക്ലാസ് നല്ല രസമായിരുന്നു. നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നും. ഒരിക്കലും ഇങ്ങനെ വേഗം പോവുക അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒരിക്കലും വന്നിട്ടില്ല. എല്ലാ ക്ലാസ്സിലും നമ്മളിങ്ങനെ ഫുൾ ടൈം ഇനി ഇരുന്ന് വന്നൊരു ക്ലാസ് ആയിരുന്നു. എൻജോയ് ചെയ്ത് ഒരു വട്ടം കണ്ടുള്ളൂ. പിന്നെ അവിടെ നമ്മുടെ ഫാമിലി. ഓക്കെ മോളെ, അപ്പോൾ മോൾക്കിപ്പോൾ ഫസ്റ്റിൽ ഇപ്പോൾ 520 ജസ്റ്റ് ഒരു മാർക്ക് മാത്രമായിരുന്നു +1 കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പാരൻസിനായാലും ടീച്ചേഴ്സിനായാലും എല്ലാവർക്കും ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. ഒബ്വിയസ്ലി അത് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രഷേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നിരുന്നോ? അതായത് നമുക്ക് ഇനി ഫുള്ള് മാർക്ക് വാങ്ങേണ്ട കുട്ടിയാണ് എന്നുള്ള രീതിക്ക്. അങ്ങനത്തെ ഒരു ഇതിൽ പറയാൻ നിൽക്കുമ്പോൾ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പ്രഷറൈസിങ് എന്നൊരു ഇതുണ്ടായിരുന്നില്ല. എന്നോട് ഒരിക്കലും പഠിക്കണം എന്നുമ്മ പറഞ്ഞിട്ടൊരു ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പം ബാക്കി ഫ്രണ്ട്സൊക്കെ പറയും, ഇങ്ങനെ പാരൻസ് പറഞ്ഞ് ഇത്ര നേരം പഠിക്കണോ, എന്നെ മേലേക്ക് അയക്കും. ഞാൻ മേലത്തെ റൂമിലാണ് പഠിക്കാൻ. അപ്പം എന്നെ മേലേക്ക് അയക്കും. എന്നോട് പറയും, പഠിച്ചോ, നിനക്ക് വേണമെങ്കിൽ പഠിച്ചോ, നിൻ്റെ മാർക്കാണ്, നിൻ്റെ റിസൾട്ടാണ്, നീയാണ് ചേരേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ പഠിക്കും. സ്കൂളിൽ നിന്ന് ഒരു പ്രഷറൈസിങ് അല്ല, ഭയങ്കര എക്സ്പെക്റ്റേഷൻ. ഇത് ഉറപ്പിച്ച്. പിന്നെ എസ്പെഷ്യലി സ്റ്റുഡൻസിൻ്റെ അടുത്ത് നോക്കാം, ഫുൾ എക്സ്പെക്റ്റേഷൻ. ഇത് ഉറപ്പിച്ച്, ഇതെന്തായാലും ഫുള്ള്. പിന്നെ നമ്മളിപ്പം അഥവാ ക്ലാസ്സിലിരുന്നിട്ട് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവില്ല എന്ന് ജസ്റ്റ് ക്ലാസ്മേറ്റിനോട് പറഞ്ഞവർ പറയും, നിനക്ക് മനസ്സിലാവുന്നില്ല പിന്നെയാണോ, അങ്ങനത്തെ ഒരു ചോദ്യം. പിന്നെ ഭയങ്കര അന്നേരം ഒരു ഇതുണ്ടായിരുന്നു, അയ്യോ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരൊക്കെ ഫേസ് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചു. ഇതൊക്കെ എൻ്റെ ഒരു മാർക്കല്ലേ എന്നുള്ള രീതിയിൽ പിന്നെ അതങ്ങ് ഒരു ഇതാക്കി. മാർക്കൊക്കെ അറിഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ എന്താ എല്ലാവരും നല്ല ഹാപ്പിയൊക്കെ വരണം. എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 10th ഒക്കെ ഒരു ടോപ്പേഴ്സ് ലിസ്റ്റിൽ ഒരു അടിയിലുണ്ടാവുന്ന ആള്. അങ്ങനെ ഒരു ടോപ്പേഴ്സ് ലിസ്റ്റ് ടോപ്പർ ആയിട്ടില്ല. നമുക്ക് ടോപ്പേഴ്സിൽ ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാവില്ല, ഏറ്റവും അടിയിലുണ്ടാവുന്ന ഞാനായിരിക്കും. ഭയങ്കര ആഗ്രഹമായിരുന്നു ടോപ്പേഴ്സ് ലിസ്റ്റ് കയറും, പക്ഷെ അതിൻ്റെ മേലെ കയറിയില്ല. അപ്പോൾ വിചാരിക്കുക എങ്കിലും ഒരു ചാൻസ് കിട്ടിയ. പിന്നെ മനസ്സിലായി +2 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കോഴ്സസിലൊക്കെ ഒരാൾ നമ്മളുടെ എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിക്കൂല, പാസ്സായോ, അങ്ങനത്തെ ഒരു ഇതല്ലേ ഉണ്ടാവും. ഭയങ്കര ആഗ്രഹമായിരുന്നു അറ്റ്ലീസ്റ്റ് ഇതിലെങ്കിലും കിട്ടണം എന്നുള്ളൊരു ഇതിൽ ഒന്ന് പഠിച്ചു. എപ്പോഴും മോളിങ്ങനെ ഒരു സെയിം പേസിലായിരുന്നോ അതോ ഒരു ഡിപ്പ് വന്നിട്ടുണ്ടോ? കാരണം അങ്ങനെ ഡിപ്പ് വരുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പൊ അവർ ഗിവ് അപ്പ് ചെയ്യും. ആ ഒരു പൊസിഷൻ എത്തുമ്പോൾ അവർ ഗിവ് അപ്പ് ചെയ്യും, മതി പറ്റില്ല എന്ന് തോന്നും. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അതോ എപ്പോഴും ഒരു സെയിം പേസിലാണ്? അങ്ങനത്തെ ഒരു ഫേസ് വരുമ്പോൾ ഞാൻ അപ്പാട് യൂട്യൂബിൽ കയറും, മോട്ടിവേഷൻ വീഡിയോ. എനിക്കതാണ്, ഞാൻ ഇങ്ങനെ ഒരു ഗിവ് അപ്പ് ചെയ്യാൻ വരുമ്പോൾ അലക്സ് അറിയാം, അല്ലെങ്കിൽ അവർക്ക് സ്റ്റുഡൻറ് സൈക്കോളജി അറിയാം. ഞാനൊക്കെ എപ്പോൾ ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ ഉണ്ടാവും വീഡിയോ വരുന്നുണ്ടോ, മക്കളെ പോകരുത്, എനിക്ക് ട്രൈ ചെയ്യണം. പിന്നെ ഈ ഫോൺ ഫുൾ ടൈം യൂസ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ കൊറോണ ബാച്ചിൽ, അപ്പോൾ നമ്മളെല്ലാവർക്കും ഫോണുണ്ട്. അപ്പോൾ അതൊക്കെ
അതൊക്കെ ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് തന്നെ വീട് വരും. അപ്പോൾ പിന്നെ ഓക്കെ എന്നെ പോലത്തെ കുറേ ആൾക്കാരുണ്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മാത്രം നമ്മൾ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പറ്റും, വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു പഠിച്ചേ പറ്റൂ. പിന്നെ ഇത് വിചാരിക്കുന്നത്ര ഒരിക്കലും പറ്റാത്ത കാര്യമൊന്നുമല്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇല്ല. ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, സെൽഫ് സ്റ്റഡി, അങ്ങനത്തെ കുറച്ച് ടിപ്സ് യൂസ് ചെയ്താൽ കൂളായി ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? വീഡിയോസ് നല്ല ഹെൽപ്പ് ചെയ്തിന്. എനിക്ക് ലാസ്റ്റ് മാരത്തോണിലല്ലോ പഠിക്കുന്നൊരു കാര്യം സങ്കടം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞല്ലോ, കാരണം +2 കഴിഞ്ഞല്ലോ. +1 സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. +2 ഉണ്ടല്ലോ, പക്ഷെ +2 എത്തിയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. എല്ലാവരും പോകുന്ന, കാരണം ഇനി ഒരു ഇത് കിട്ടും, ഇപ്പോൾ കോളേജൊക്കെ എത്തി നമുക്കൊരു അറ്റാച്ച്മെൻറ്റ്, എന്തായാലും ഒരു ക്ലാസ് ഇല്ലല്ലോ, സങ്കടമായിരുന്നു. പിന്നെ PYQs ഞാൻ ഭയങ്കര അഡിക്ഷൻ പോലെ, മൂവി പോലെ ആയിരുന്നു. കാരണം 3 hours വീഡിയോസാണ്. അപ്പം എല്ലാവരും പറയും 3 hours ഒക്കെ സ്ട്രെയിറ്റ് ഇരുന്ന് കാണാൻ ആരും നിൽക്കൂല. പക്ഷെ എനിക്ക് അതിനകത്ത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ഇപ്പോൾ മാം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതുന്നതാണെങ്കിൽ ഞാനത് എഴുതും, എനിക്കത് കിട്ടൂല. അപ്പോൾ പിന്നെ മാമിന് കിട്ടുന്നുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഇതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അപ്പം എക്സാമിനെല്ലാം കണ്ട വേറൊരു ഗുണം ഞാൻ എന്താ വെച്ചാൽ ഒരിക്കലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ടിരിക്കുന്നില്ല. ആ സെയിം ക്വസ്റ്റ്യൻ ചിലപ്പോൾ എത്ര വട്ടാ ചെയ്യാന്ന് അറിയാം. എനിക്ക് സങ്കടം തോന്നുന്നു ചില സമയത്തൊക്കെ. ATRVസിനൊക്കെ ബയോളജിൻ്റെ സമയത്തല്ലോ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ എഴുതിയിട്ട് മാമെന്ന് പറയും. ഞങ്ങൾക്ക് പ്രശ്നമില്ല, മക്കൾ പഠിച്ചാൽ മതി. അപ്പം ഞാൻ വിചാരിക്കും ഇവർക്കും അപ്പം അത്രയും സ്ട്രഗിൾ ടീച്ചേഴ്സ് എടുക്കും. പിന്നെ നമ്മളായിട്ട് എന്താ അങ്ങനെ ഞാനും അത് എഴുതും. അപ്പോൾ പിന്നെ അതങ്ങ് തറുവായി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ ഒത്തിരി സ്റ്റുഡൻസിന് ഇങ്ങനെ അറിയാനായിട്ട് ഇങ്ങനെ ഇതിന്റെ സംഭവം എന്താണ്, ഇത്രയും മാർക്കൊക്കെ വാങ്ങാനുള്ള ആ ടെക്നിക്ക് എന്താണെന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവരുടെ അടുത്ത് മോൾ എങ്ങനെയായിരുന്നു പഠിച്ചത്, അതായത് ഏത് രീതിക്ക് പഠിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനെ ഇത്രയും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഉള്ളൊരു സ്റ്റഡി സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഫസ്റ്റ് പറയാനുള്ള കൺസിസ്റ്റൻസി ഇല്ല എന്നുണ്ടൊരു കേസിലെത്തിയാൽ പിന്നെ അത് പോയി തന്നെ ഞാൻ പറയും. കാരണം ഇന്നിപ്പോൾ ഞാൻ 10 hours പഠിച്ച് നാളെ 0 hours ആണെങ്കിൽ ഒരു കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറയും. ബിക്കോസ് നമ്മൾ ഇന്ന് 10 പഠിച്ച് നമ്മൾ 10 ഒക്കെ പഠിച്ച് നമ്മൾ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ച് നമുക്ക് തന്നെ വരും, സ്റ്റുഡൻസിന് എന്തായാലും വരും. പിന്നെ പിറ്റേന്ന് നമുക്ക് പഠിക്കാനൊരു മൂഡ് ഉണ്ടാവില്ല 10 പഠിച്ചാൽ. പിന്നെ അതിൻ്റെ പിറ്റേന്ന് നമ്മൾ ഒരിക്കലും അന്ന് 10 പഠിച്ചില്ല. അപ്പോൾ ഇപ്പം ചിലപ്പോൾ നമ്മൾ ക്ലാസ്മേറ്റ് പെർ ഡേ 2 hours ആയിരിക്കും. അപ്പം നമ്മൾ കൂട്ടും 7 into 2 14. അപ്പോൾ പ്രശ്നമില്ല, 4 hours കൂടി പഠിച്ച് നമ്മൾ കോപ്പപ്പ് ആവും. പക്ഷെ അത് ശരിക്കും ഒരു ചെറിയൊരു ഇതാണെന്ന് ഞാൻ പറയുള്ളൂ, മണ്ടത്തരം. കാരണം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈസിയാണിത്. ഇന്നിപ്പോൾ ഒരു 1 hour പഠിക്കുന്ന ഒരു കുട്ടി നാളെ 1.5 ആക്കാൻ, പിന്നെ അത് 2 ആക്കുക, 2.5. അങ്ങനെ നിങ്ങളൊരു മാക്സിമം എത്ര ലെവൽ, ഇപ്പോൾ 5 ആണെങ്കിൽ 5 സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ +2 കേസിലൊക്കെ അങ്ങനെ 10 hours JEE ഓർ NEET പോലെ അങ്ങനെ 10-12 hours ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നും ഞാൻ പറയില്ല. പിന്നെ മെയിനായിട്ട് സെൽഫ് സ്റ്റഡി. ഇങ്ങനെ ഫുൾ ടൈം അങ്ങനെ ആവരുത്. നമുക്ക് മെൻറ്റേഴ്സ് വേണം, അവർ വീഡിയോസ് മനസ്സിലാക്കുക, നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ബുക്ക് എടുക്കുക, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുക, വായിക്കുക, തുറക്കുക. കാരണം അങ്ങനെ കിട്ടുന്ന ആ ഒരു ഇത് ഒരിക്കലും കൂടെ ഒരാൾ ഇപ്പം ചിലർക്ക് കമ്പൈൻ സ്റ്റഡി ഭയങ്കര ഇഷ്ടമുണ്ടാവേ. കമ്പൈൻ സ്റ്റഡി ഞാൻ പ്രിഫർ ചെയ്യലില്ല, കാരണം എനിക്ക് ഇങ്ങനെ വായിച്ചു പഠിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിത് വായിക്കാൻ തുടങ്ങി അടുത്ത ആൾക്ക് ശരിയാവില്ല. ബയോളജിക്ക് ഞാൻ വായിച്ചു പഠിക്കാം, എനിക്ക് ഒരിക്കലും വായിക്കാൻ ശരിയാവില്ല. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാവലുണ്ട്. അല്ലാത്ത കേസിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, ബുക്ക് ഓർക്കുക, ഫിസിക്സ് ഒക്കെ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഭയങ്കര ഫോൺ അഡിക്ഷൻ ഉള്ള ആൾക്കാർ നമ്മൾ ടൈം ലാപ്സ് ഉണ്ടാവല്ലോ, അതിൽ ഫോൺ മുമ്പിൽ വെക്കാം എന്നിട്ട് പഠിക്കാൻ. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു, നമ്മളെ വീട് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചല്ലോ, നമ്മൾ ഭയങ്കര ആണല്ലോ. വെറൈറ്റി ട്രിക്സ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു. അങ്ങനെ ഫുൾ ടൈം ഫോൺ ഇല്ല, അങ്ങനെ വരുന്നില്ല. പിന്നെ ഫോൺ ഭയങ്കര പഠിക്കുന്ന സമയം, ഇപ്പോൾ എക്സാം സമയത്തൊക്കെ ഇന്ന് എത്ര ഹവേഴ്സ് എടുക്കുള്ളൂ അത് ഉറപ്പിക്കും. കാരണം അല്ലെങ്കിൽ ഞാൻ ഉമ്മാൻ്റെ ഒരു ഫോൺ കൊടുത്താളെയും, കാരണം ആ ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻസ് എന്തായാലും വരുമല്ലോ. പിന്നെ ഡൗട്ട്സ് വയ്ക്കാൻ ചിലപ്പോൾ ഫ്രണ്ട്സ് ചിലപ്പോൾ ഒരു ഡൗട്ടിനായിരിക്കും വിളിക്കുന്നത്, അത് ചിലപ്പോൾ 2 hours കോൾ പോവും, പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നത് ഇതാവുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്താക്കും, ഉമ്മാൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈം ലാപ്സ്, ഞാൻ അധികം അതാ ചെയ്യാറ്. ടൈം ലാപ്സ് വെക്കും. എൻ്റെ ഗാലറി എക്സാമിൻ്റെ ഡിലീറ്റ് ആക്കലായിരുന്നു, എത്ര ഡിലീറ്റ് ചെയ്യാൻ ഫുൾ ടൈം ലാപ്സിൽ ഇങ്ങനെ വെക്കും. ഞാൻ പഠിക്കാൻ ചകമായിട്ട് ഞാൻ തന്നെ മോട്ടിവേറ്റ്. നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ വീഡിയോ ആണ്, ഞാൻ തന്നെ ആ വീഡിയോ ആണ്, വെറുതെ ഇരിക്കും. ഇതായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു ഇത്. മെയിനായിട്ട് സെൽഫ് സ്റ്റഡിയും ഇതും ചെയ്താൽ തന്നെ ഒരു കിട്ടുന്നുള്ളത്. ഇതൊക്കെ ഈസിയാണ്. ഒരു ആവറേജ്, ഞാനൊരു 8th ഒക്കെ വരെ ആവറേജ് തന്നെ പഠിക്കുന്ന കുട്ടി, അങ്ങനെ ടോപ്പർ അങ്ങനെ അല്ല. 10th എത്തിയപ്പോൾ ടോപ്പർ ആവണം അങ്ങനെ പഠിച്ചു. പിന്നെ +1 എത്തിയപ്പോൾ ആയേ പറ്റുന്നുള്ളൂ. കാരണം +1 മാർക്ക് കൂടിയപ്പം ഞാൻ പറഞ്ഞില്ല എല്ലാവരും വന്നു, ഇനി ചെയ്തേ പറ്റുന്നു തോന്നി. പിന്നെ പഠിച്ചു, +2 കിട്ടി. പക്ഷെ +1 ആ ഒരു മാർക്ക് അതിപ്പോൾ എന്നോട് കുറേ ആൾക്കാർ അറിയിക്കുന്നുണ്ട്, എന്താ ഇമ്പ്രൂവ്മെന്റ് എഴുതിക്കൂടായിരുന്നോ ആയിരുന്നു. പിന്നെ വിചാരിച്ചു ഒരു മാർക്കല്ലേ എന്നുള്ളതിൽ അതങ്ങ് അതെ, ഒരു മാർക്ക് അങ്ങനെ കളഞ്ഞതാണ്. അപ്പം നമുക്ക് ഈ എക്സാം ടൈമിൽ ഒരു സെപ്പറേറ്റ് നമുക്ക് എപ്പോഴും അല്ലാത്ത സമയത്ത് നമ്മൾ പഠിക്കുന്നത് എക്സാമിന്റെ തൊട്ട് മുന്നേ നമ്മൾ പഠിക്കുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പം എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഞാൻ പറയാൻ ഫസ്റ്റ് തന്നെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം.
മസ്റ്റ് കമ്പൾസറിയാണ്. അതായത് ഇന്നിപ്പോൾ എത്ര ടോപ്പിക് പഠിക്കും, ഇന്നിപ്പോൾ ഞാൻ ബയോളജി ആണെങ്കിൽ ബയോളജി എന്നിട്ട് കാര്യമില്ല. ബയോളജിയിൽ സോളജി ആണോ ബോട്ടണി ആണോ, സോളജിയിൽ ഏത് ടോപ്പിക്ക്, അങ്ങനത്തെ ഒരു നമുക്കൊരു ഐഡിയ വേണം. നമ്മൾ ഇത്ര പഠിച്ചു കഴിഞ്ഞിട്ട് വാളിൽ എവിടെ സ്റ്റിക്ക് ചെയ്യുക. ഞാൻ മറ്റേ സെല്ലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യില്ല, പെയിന്റ് ഒക്കെ വരും, അങ്ങനെ ഉണ്ട്. വാസ്ലിൻ ഒക്കെ അല്ലേ, അതൊക്കെ വെച്ചിട്ട് ഞാൻ വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ. കാരണം നമ്മൾ വീട്ടിൽ വരുന്ന പെയിന്റ് അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കിടും, കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ ടിക്ക് ചെയ്ത് പോകും. അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ എടുക്കുമ്പോൾ അത് ടിക്ക് ചെയ്തിട്ട് പോകും. അപ്പം ഇത്രയും ടിക്ക് ചെയ്തില്ലേ എന്നുള്ളൊരു ഇത് വരെയായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ പറയാൻ എടുക്കുമ്പോൾ ഇപ്പം നാളെ എക്സാം, ബോർഡ് എക്സാം ആണ്, നാളെ എക്സാം, ഇന്ന് നിങ്ങൾക്ക് ഒരു ടൈം ഉണ്ടാവല്ലോ, പറ്റുമെങ്കിൽ മാരത്തോൺ ഉറങ്ങാം. അത് കഴിഞ്ഞിട്ട് ഭയങ്കര മകപ്പിങ്ങിൽ പോകാൻ പാടില്ല. പിന്നെ മെയിനായിട്ട് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടോ ഇതിന് ഫുൾ വായിക്കല് ടെൻഷനൊക്കെ കുറേ ആൾക്കാർ വെച്ച് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര പാനിക്കാവുന്നൊരു ടൈപ്പാണ്. എന്തെങ്കിലും എന്നോട് പറഞ്ഞ പാനിക്കാവും. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ സമയത്ത് ഞാൻ എന്ത് ചെയ്യാൻ നിൽക്കുമ്പോൾ എന്താ പറയുക, ഒരു ഇത് വെക്കും. ലൈക്ക് ഞാനൊന്നും അറിയില്ല, ഞാൻ പറയാം എനിക്കൊന്നും അറിയില്ല. എന്നോട് ചോദിച്ചാൽ തന്നെ പറയാം എനിക്ക് അറിയില്ല എന്ന് തന്നെ പറയും. ഞാൻ ഒരു ബുക്കിലുണ്ടാവും, സെയിം ക്വസ്റ്റ്യൻ ബുക്കിലുണ്ടാവും. പക്ഷെ എന്നോട് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ മാം ഇപ്പം എന്നോട് അത് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ, നമ്മൾ ചിന്തിക്കണമല്ലോ. പിന്നെ അവർക്ക് എനിക്കൊന്നും അറിയില്ല, ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ പേപ്പറിൽ വരും. അപ്പോൾ പിന്നെ എന്നെ സ്റ്റാർട്ടിങ് കിട്ടൂല, അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ ഒന്നും അനങ്ങൂല, ഞാൻ വെറുതെ ഇരിക്കുക. എൻ്റെ മുമ്പ് എല്ലാവരും വായിക്കുന്നത് പഠിക്കുന്നത്. നമ്മൾ സ്കൂൾ ബസ്സായിരുന്നു, അപ്പോൾ ബസ് ഞാനിങ്ങനെ പുറത്ത് നോക്കിയിരിക്കും, എല്ലാവരും വായിക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കും മതി, പഠിച്ചു എന്തായാലും ഈ ഒരു 2 വർഷം എന്തായാലും പഠിച്ച കാര്യം, ബാക്കി അവിടെ എഴുതുക എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഇതാവില്ല. പിന്നെ സ്റ്റേറ്റ് ബോർഡ്സിന് മെയിനായിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അറ്റൻഡ് ചെയ്യാൻ. പറ്റുമെങ്കിൽ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ പരമാവധി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. കാരണം അത് വിട്ടിട്ട്, കാരണം നമുക്ക് ഏതാ തെറ്റെന്ന് നമുക്ക് പറയാൻ കഴിയും. ചിലപ്പോൾ ആൻസർ കിട്ടുമായിരിക്കും, നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പം എക്സ്ട്രാ എഴുതിയാലൊരു ഇത് വരുമല്ലോ. അപ്പം അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതുന്നതും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സാം ടൈമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് കുറേ സമയം പഠിക്കാനായിട്ട് മാറ്റിവെക്കണം. പക്ഷെ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും, വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകേണ്ടി വരും. അപ്പം അങ്ങനെ കുറേ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മോൾക്ക് ഉണ്ടാവില്ലേ? അപ്പം അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ അപ്പം ചെയ്യുക ആ സമയത്ത്? നമുക്ക് വാട്സാപ്പൊക്കെ തുറന്നു നോക്കാനായിട്ട് ടെൻഡൻസി ഒക്കെ വരികയാണെങ്കിൽ ഞാൻ ഒന്നാമത് ആ ഒരു ടൈമിൽ ഇപ്പം എക്സാമിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഡൗട്ട്സ് എല്ലാം എന്തായാലും എല്ലാവരും വിളിക്കല്ലോ. ഞാൻ മെയിൻലി ലോക്ക് ചെയ്തിട്ട് തന്നെ ഫോൺ ഇടും. അല്ലെങ്കിൽ ഇപ്പോൾ മാരേജ് ഫംഗ്ഷൻസ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഞാൻ പോക്കില്ല. ലാസ്റ്റ് തൊട്ടേക്കൊന്നും ഞാൻ അങ്ങനെ പോക്കില്ല. ചില ഇപ്പോൾ അത്രയും ക്ലോസ് ആയൊരു എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല, അത്രയും ക്ലോസ് ആയ കസിൻ്റെ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. അതൊക്കെ വരുന്നതാണെങ്കിൽ തന്നെ ഞാൻ +1 ഉണ്ടായ സമയത്തും പോവും. അതേപോലെ ഇപ്പോൾ ഇന്ന് നൈറ്റ് ഞാൻ പോകുന്നതെന്ന് വിചാരിക്കും, ഇന്ന് രാത്രി പഠിക്കാനുള്ള ടോപ്പിക്ക് ഇന്ന് രാവിലെ ഞാൻ പഠിക്കും. നമ്മൾക്കപ്പോൾ ഒരു സമാധാനം ഉണ്ടാവല്ലോ, കല്യാണത്തിന് പോയാലോ നമ്മളൊക്കെ പഠിച്ചിനല്ലോ എന്നുള്ളൊരിത് അങ്ങനെ ചെയ്യാമായിരുന്നു. അല്ലാണ്ട് ഞാൻ അന്നത്തത് വിടൂല, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നു. ഒരിക്കൽ പോലും ഇങ്ങനെ ഇന്നിപ്പോൾ എനിക്ക് ഒട്ടും കഴിയുന്നില്ല. ചില ഡേയ്സിന് ഇപ്പം എന്താ പറയുക പീരീഡ്സ് അങ്ങനെ എന്തെങ്കിലും കഴിയാത്തൊരു ടൈം വരും. ആ ഒരു സമയമായാലും അറ്റ്ലീസ്റ്റ് ½ an hour ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ബയോളജിയുടെ ടെക്സ്റ്റോ, എനിക്ക് NCERTൻ്റെ ടെക്സ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു നോക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് അത് മറിച്ച് നോക്കും. എന്നിട്ടൊരു ഇത് പഠിച്ചനല്ലോ ½ an hour എന്നിട്ട് അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരാം. അങ്ങനത്തെ ഒരു ഇതായാലും കൺസിസ്റ്റൻസി ഈസ് ദ കീ. നമ്മുടെ അലക്സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളുടെ അടുത്ത്. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ക്ലാസ്സസിൽ നമ്മൾ എല്ലാ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സസ് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്? മാരത്തോൺസ്, നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് ആയാലും അതൊക്കെ നോട്ട്സ് ഒക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു പോകണേ? ഞങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, അപ്പോൾ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമുക്കിപ്പോൾ മാരത്തോൺ ആണെങ്കിലും ഞാൻ ലൈവ് മേ ബി സ്കിപ്പ് ചെയ്യും. കാരണം കുറേ ലൈവ് ചാറ്റും അങ്ങനെ ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ട് റെക്കോർഡഡ് ആയിട്ട് കാണും. അത് കാരണം എനിക്ക് ഏറ്റവും ബേസിക് ആയ കാര്യം മനസ്സിലാവില്ല. ഈ കോംപ്ലിക്കേറ്റഡ് ആയി ചിലപ്പോൾ വേഗം മനസ്സിലാവും, ബേസിക്സ് ഒരിക്കലും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പം ചിലപ്പം ടീച്ചേഴ്സ് അപ്പം കോംപ്ലിക്കേറ്റഡ് അല്ല, കുറച്ചും കൂടി സ്ട്രെസ് ചെയ്യാൻ. അത് ഞാനപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഇതാവലുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുന്ന നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഫാക്കൽറ്റി ടു ബി ഹോണസ്റ്റ്. കാരണം ഞാൻ പറഞ്ഞില്ലേ അവരുടെ ഞാൻ ഈ ഒരു ലെവലെത്തിയത് സത്യം പറയാം എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം എപ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ പറയില്ല, പാരൻസ് പോലും പറയില്ല ഇത്ര നേരം ഇരുന്ന് പഠിക്കണം അങ്ങനൊന്നും പറഞ്ഞൊരു ദിവസം പോലില്ല. ഉമ്മയോട് ചോദിച്ചാൽ മതി, ഒരിക്കലും എന്നോട് പറയില്ല. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ ഒരിക്കലും എന്താ പറയുക സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നുന്ന പോലത്തെ ഒരു കണ്ടന്റ് എനിക്ക് കിട്ടിയില്ല. എല്ലാ ക്ലാസ്സും എനിക്ക് ഒരു സങ്കടം തോന്നിയത്, എനിക്ക് ഫ്രഞ്ചിന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ലാംഗ്വേജ് ഫ്രഞ്ചാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ വിളിച്ച് ചോദിച്ചായിരുന്നു ഫ്രഞ്ചിന് ക്ലാസ് ഉണ്ടായിരുന്നോ? പറഞ്ഞില്ല, ഫ്രഞ്ചിൻ്റെ ടീച്ചേഴ്സ് ഇല്ല. അത് എനിക്കൊരു സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടും അങ്ങനെയൊക്കെ ആക്കി. പക്ഷെ ഒരു എന്താ പറയുക നല്ല അടിപൊളി ഫാക്കൽറ്റീസ്. പിന്നെ എല്ലാ കാര്യത്തിലും
നല്ല സപ്പോർട്ടുമാണ്. നമ്മൾ മെൻറ്റേഴ്സിനോടൊക്കെ ഇത് ഇപ്പം ചില സമയത്ത് ആപ്പിന് എന്തെങ്കിലും പറ്റിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് വിളിച്ചാലും ഒക്കെ എടുക്കുന്നതും ഒക്കെ ഡിലേ ആവുന്നില്ല. നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് എന്തായാലും ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സിൽ അലൻ സാറ്, അലക്സ് സാറ്, 2 മാമും പിന്നെ അർച്ചന മിസ്, ഇവരൊക്കെ ക്ലാസ്സസ് ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറയാനൊന്നുമില്ല, അത്ര അടിപൊളിയാണ്. ഒരിക്കൽ പോലും ഒരു ഡിലേയോ ലാഗോ ഇങ്ങനെ ഒരു ഇതായിട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും സങ്കടമായിട്ട് ആ ലാസ്റ്റത്തെ നമ്മളെ ലാസ്റ്റ് ക്ലാസ് മൊത്തം എനിക്ക് ഭയങ്കര, ഞാൻ തന്നെ ടീച്ചേഴ്സ് ലാസ്റ്റത്തെ മാരത്തോണ്, നമുക്ക് ലാസ്റ്റ് ഒരു മാരത്തോൺ ഉണ്ടാവില്ലോ ഫുൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട്, ഇങ്ങനെ സങ്കടമുണ്ട്, അയ്യോ തീർന്നല്ലോ, എനിക്ക് അത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികവും PYQ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ഈ PYQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാം കുറച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ വാവ് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഒരു വിധം നല്ലൊരു ഇതായിട്ട് തന്നെ അങ്ങനത്തെ. മോളുടെ ഹോബീസ് ഒക്കെ എന്തായിരുന്നു? ഹോബീസ് മെയിൻലി ബുക്സ് റീഡിങ്, പിന്നെ എന്താ പറയുക, ഞാൻ ഇങ്ങനെ കള്ളത്തരായിട്ടൊന്നും പറയുന്നില്ല, മൊബൈൽ ജീവിതം, അങ്ങനെ ഇന്നേ ഹോബിന്നൊന്നുമില്ല, ഒക്കെ ഇഷ്ടമാണ്. പിന്നെ കുക്കിംഗ് ഇഷ്ടം, ഈ ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ ഒരു ഹോം ബേക്കറാണ്, അപ്പോൾ അത് വെച്ചിട്ട് ഉമ്മാരോട് പോയി നിൽക്കുമ്പോൾ ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഈ നമ്മളെ ഇതൊക്കെ ഉണ്ടാവില്ലേ ബ്രൗണീസ് ഒക്കെ കട്ടിങ്, അങ്ങനത്തെ ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ഒക്കെ പരിപാടി ഇന്നേ ഹോബി എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടില്ല. അതിനൊക്കെ കൂടിയിട്ട് ഒരു ഓൾറൗണ്ടർ ആയിട്ട് മറ്റേ നമുക്കിപ്പോൾ എക്സാം ടൈമിലപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും നമ്മളെ കൊണ്ട് പഠിച്ചെടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇടയിൽ ബ്രേക്ക് ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ ബ്രേക്ക് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഈ ഇങ്ങനെ ഉമ്മനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ആയിരുന്നോ ആ സമയത്ത്? ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ താഴെ പോകും. ഞാൻ മേലെ റൂമിലായിരുന്നു പഠിക്കാൻ. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് ഒട്ടും പറ്റാതെ ചിലപ്പോൾ സമയത്ത് നമുക്ക് ഡൗൺ ആയൊരു സമയം ഉണ്ടാവില്ലേ, ഞാൻ പോയിട്ട് കരയോ, എന്തിനായിരുന്നു ഞാൻ എടുക്കണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പെട്ട് നമുക്കൊരു ഇതായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ വർത്താനം പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർത്താനം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് ഞാൻ വെറുതെ വർത്താനം പറയും. മേ ബി ഉമ്മ ചിലപ്പം ശ്രദ്ധിക്കുന്നുണ്ടാവില്ലായിരിക്കും, ഞാൻ ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിട്ട് എനിക്ക് സ്ട്രെസ് തീർക്കാൻ വേണ്ടി വർത്താനം പറഞ്ഞ് തീർക്കും. ചിലപ്പോൾ ഞാൻ പറയുന്ന ബയോളജിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ആയിരിക്കും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടാവാം, വെറുതെ ഞാൻ വർത്താനം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്ട്രെസ് ഞാൻ അവിടെ തീർക്കും. പിന്നെ എൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു ഫ്രഷ് ആവും. പിന്നെ ഈ ഒരു സമയത്ത് അതിപ്പം എക്സാംസിൻ്റെ സമയത്ത് ഇങ്ങനെ ഇത്ര സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഞാനൊരു റിവിഷൻ നോട്ട്സ് ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് വായിക്കും. അത് ഞാൻ നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ടാവുക, ഇങ്ങനെ കുറേ ഡയഗ്രാംസ് ഇതൊക്കെ വരച്ചിട്ട് ഞാൻ തന്നെ മുൻചാക്കി അതിനെ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു രസം ഉണ്ടാവുമല്ലോ, ഞാനൊക്കെ ഇത്രയൊക്കെ വരച്ചിട്ട് എനിക്ക് വായിക്കുക. അങ്ങനെ ഞാൻ വായിച്ചിട്ട് അങ്ങനെ ഒരു ടൈം നോക്കില്ല. അതാ മെയിൻലി ആ ഒരു സമയത്ത് ചെയ്യാറുണ്ടായത്. അപ്പം മോള് നമ്മളെ യൂട്യൂബ് ക്ലാസ്സസും കണ്ടതാണ്, ബാച്ച് ക്ലാസ്സസും കണ്ടതാണ് അല്ലേ? അപ്പോൾ ഈ യൂട്യൂബിൽ നമ്മൾ നല്ല ക്ലാസ്സസ് തന്നെയാണ് കൊടുത്തത്. പക്ഷെ എന്താണ് ബാച്ചിൽ മോക്ക് കൂടുതലുണ്ട് എന്ന് തോന്നിയ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? യൂട്യൂബിൽ ഒരു ടൈം ലിമിറ്റ് വരുന്നുണ്ടല്ലോ, ബാച്ചിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ PYQs എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് സമയത്തൊക്കെ, അതിന് മുമ്പേ വീഡിയോ ഉണ്ട് അവിടെ ചാനലുണ്ട്, അത് ഭയങ്കര എഫക്റ്റീവാണ്, ഭയങ്കര അതൊരു 4 hours 3 hours ഒക്കെ ഉണ്ട്. നമ്മൾ റേ ഓപ്റ്റിക്സ് ഒക്കെ നല്ല ലെങ്തിയാണ്, ബയോളജിൻ്റെ മറ്റേ നമ്മളെ ചില ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല ലെങ്തി ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊന്നും ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടു 2006 ഞാൻ ജനിച്ച ഇയറിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. അത് വിചാരിച്ച് ഇത്രയൊക്കെ ഉണ്ടാവുമെന്നില്ല, അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ജെയിലായാലും നീറ്റായാലും നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അത്രത്തോളം പ്രാക്ടീസാണ്. അപ്പോൾ ഇത് കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കിതൊരു ഇത് വരും, ഇൻട്രസ്റ്റ് വരും. നമ്മൾ ട്രാക്കിൽ കയറിയാൽ നല്ല രസമാണ്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കിട്ടി, ഞാനൊരു ടിക്കിടും. മാത്സിലൊക്കെ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ എഴുതും, ടിക്കിടും, കിട്ടി. സെർച്ച് ചെയ്യുന്ന മുമ്പേ ഞാനത് ചെയ്യും, എന്നിട്ടൊക്കെ കിട്ടി, അടുത്ത കിട്ടി, ഭയങ്കര രസം. അങ്ങനെ അതൊരു ഫണ്ണായിട്ട്. അപ്പം യൂട്യൂബിൽ അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരു 5 yearsൻ്റെ ക്വസ്റ്റ്യൻ 5 times അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ യൂട്യൂബിൽ അത് 1 time ചെയ്യുള്ളൂ. ബാച്ചിൽ അങ്ങനെയല്ല, ബാച്ചിൽ അത് 5 times ആണെങ്കിൽ ഇപ്പോൾ 10 ആണെങ്കിൽ 10 times ടീച്ചേഴ്സ് അത് ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിന്നത് ഒരിക്കലും പോല ഇൻ്റഗ്രേഷനൊക്കെ ഒരിക്കലും നമ്മൾ മനസ്സിനുള്ളിൽ ഇങ്ങനെ ഫിക്സ്ഡ് ആയിരിക്കും, ഇത് ഇക്വേഷൻ ഇട്ടാൽ കിട്ടുന്നുള്ള ഒരു കോൺഫിഡൻസ് വല്ലാണ്ട് വരും. ബയോളജിൻ്റെ ആണെങ്കിൽ നമുക്ക് ചിന്തിക്കണം കേട്ടോ. അപ്പോൾ പേപ്പർ ഇട്ട് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടപ്പോൾ ചിന്തിക്കേണ്ട വന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇതിലങ്ങ് എഴുതിപ്പോയി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ എക്സാമിന് മുമ്പ് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര എഫക്റ്റീവ്. കാരണം എക്സാം എഴുതുന്ന മുമ്പ് നമ്മൾ വേറെ എക്സാം എഴുതി, നമ്മൾ എല്ലാവരും പറയും PYQ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്യണം, എന്നാൽ നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ. ഇത് എക്സാം എഴുതി ആൻസർ കീയും കിട്ടി നമുക്ക് ചെക്ക് ചെയ്യാം, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല എന്താ പറയുക, ഒരിക്കൽ എനിക്ക് വിചാരിച്ചാൽ പറ്റില്ല, ഫ്രണ്ട്സിന് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചേ ഫ്രണ്ട്സിനും കൂടി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഒന്ന് സോൾവ് ചെയ്യായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല അടിപൊളി മാർക്കൊക്കെ വാങ്ങി ഫുള്ള് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ കീമിൻ്റെ ടൈമാണല്ലോ, കീം എക്സാം എഴുതുന്നുണ്ട്. നീറ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്ര സ്കോർ കിട്ടിയില്ല, പക്ഷേ വിചാരിച്ചതിനെക്കാട്ടി സ്കോർ കിട്ടി, പക്ഷേ ആ ഒരു വിചാരിച്ച് കിട്ടിയില്ല. അപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്യണോ, ഞാനിപ്പോൾ ഇവിടുന്ന് അലക്സറെ കണ്ടു. അപ്പോൾ അലക്സർ എന്നോട് ഒരു വീഡിയോ ഒക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇനി ഒരു ഡിസിഷനിലേക്ക് ഒന്ന് പ്രോപ്പറായിട്ട് തീരുമാനം എടുക്കണം. ഇപ്പം ഒരു അല്ലേ, അത് വേണോ ഇത് വേണോ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഡൗട്ടിലാണ് നിൽക്കുന്നത്.
അപ്പോൾ എന്തായാലും നല്ലോണം ആലോചിച്ച് നല്ല കൃത്യമായിട്ടുള്ളൊരു ഒരു ലൈഫിലേക്ക് ഫുൾ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അതാണ് നമുക്ക് ഹാപ്പി ആയിരുന്നാൽ മാത്രമേ നമുക്കത് നല്ലപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് ആലോചിച്ച് ഒരു വൈസ് ഡിസിഷൻ എടുക്കാൻ പറ്റട്ടെ. എന്തായാലും പറ്റും. ഇത്രയും അറിവുള്ള ഒരാളല്ലേ, ഇത്രയും നേരം സംസാരിച്ച് വെച്ചിട്ട് ആക്ച്വലി കുറേ ഞങ്ങൾ പോലും ആലോചിക്കാത്ത കുറേ ട്രിക്സും കാര്യങ്ങളൊക്കെ കിട്ടി. പറഞ്ഞു കുറെ കാര്യങ്ങൾ അതെ ഞങ്ങൾക്കും കിട്ടി. ഓക്കെ, അപ്പോൾ മോളെ ഇപ്പം ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന ഒരുപാട് മോളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള മക്കളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ ഒരു മാർക്കൊക്കെ കാണുമ്പോൾ അയ്യോ ഇതൊന്നും ആർക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊന്നും അല്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും. ഒരു മാർക്കൊക്കെ കുറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും. അപ്പൊ അവരോട് അതെ പറ്റില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരോട് മോക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് നോക്കുമ്പോൾ ഇത് ഏറ്റവും ഈസി പരിപാടിയാണ്. നമ്മൾ ടഫാന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഞാനും ഈ ഒരു ഫേസിലൂടെ പോയ ആൾ തന്നെയാണല്ലോ. 10th എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു 1200. എൻ്റെ ഒരു നമ്മളെ തലശ്ശേരിയിൽ ഒരാൾക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ 1200 വാവ്, ഞാൻ ഇങ്ങനെ ശരിക്കും വിചാരിക്കും കിട്ടുമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ കേൾക്കൽ കുറവായി. പിന്നെ വിചാരിച്ചു കിട്ടുന്നതായിരിക്കോ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും പോലെ ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഒരു കാര്യം മനസ്സിലായി, പഠിച്ചാൽ കിട്ടുന്നത്. കാരണം സ്കൂൾ എക്സാമിന് ഇപ്പം നമുക്ക് ചിലപ്പം 5 മാർക്ക് പോയാൽ നമുക്കിനി 1200 കിട്ടൂല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റും വരുവേ. അതൊക്കെ നമ്മൾ ജസ്റ്റ് വിടാനേ. കാരണം ആ സമയത്ത് അവർ കറക്റ്റ് ചെയ്ത ടീച്ചേഴ്സ് എല്ലാം മറ്റു ബോർഡ്സിൽ കറക്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ കൺസിസ്റ്റൻ്റ് ആണോ കിട്ടിയിരിക്കും. അത് ഇപ്പോൾ കൺസിസ്റ്റൻസി പോയിന്ന് വിചാരിക്കും. ഇപ്പം ഇന്ന് എനിക്ക് പോയിന്ന് വിചാരിക്കും, നാളെ തൊട്ട് പുതിയ ആളാവാൻ. ഇപ്പോൾ ഇന്ന് പോയ ആളാവരുത്, നാളെ തൊട്ട് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക, പുതിയതായിട്ട് അങ്ങ് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ ബാക്കിലുള്ള ആൾക്കാർ കയറാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഓൺ റേസിലാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ആർക്കും ഇതാവരുത്. അപ്പോൾ അങ്ങനെ നോക്കാം. പിന്നെ സെൽഫ് സ്റ്റഡി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 10 മണിക്കൂർ പഠിച്ച് 10 മണിക്കൂറും നമ്മൾ ഒരു റൂമിൽ നിന്ന് പഠിച്ചെന്ന് വിചാരിക്കും. അപ്പം കുറേ മെൻറ്റേഴ്സ് നമുക്ക് എല്ലാവരും എല്ലാം പറഞ്ഞിരുന്ന് അങ്ങനത്തെ പഠിക്കുന്നതിന് പകരം അതൊരു 1 hour ഒറ്റയ്ക്ക് നമ്മൾ പഠിച്ച കാര്യം 10 മണിക്കൂർ പഠിച്ച കാര്യം ഒറ്റയ്ക്കൊരു റൂമിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒന്ന് പഠിച്ചാൽ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ്, അത് ഒരിക്കലും നമുക്ക് കൂടെ ഒരാളുണ്ടെന്നുള്ളവർക്ക് ഓവറുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ക്വസ്റ്റൻ സോൾവ് ചെയ്തത്. ഒരു പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. അതൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് ഒന്നും എന്തായാലും കിട്ടണം. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, PYQs ഫോർ ഷുവർ. നമ്മളൊരു ജാനുവരി ഒക്കെ എത്തുമ്പോൾ തന്നെ ഡിസംബർ നമുക്കൊരു എക്സാം ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിഞ്ഞാൽ തന്നെ ജാനുവരി പിന്നെ കുറച്ച് പോർഷൻസാണ് ബാക്കി ഉണ്ടാവും. +2 സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ലാബ് ഉണ്ടാവും. ലാബ് നോക്കുമ്പം ലാബിനെ പറ്റി പിന്നെ ഒട്ടും സ്ട്രെസ്ഫുൾ ആവേണ്ട. ഞാനും ലാബ് നോക്കുമ്പോൾ ഞാൻ അത് ഭയങ്കരമായിട്ട് കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഫിസിക്സ് ലാബൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ, സിമ്പിൾ പെൻഡിലും ബോബറിനെ കിട്ടുമോ, എനിക്ക് അതൊക്കെ ആയിരുന്നു പേടി. അതൊന്നും അങ്ങനെ ടെൻഷൻ അടിക്കാവുന്നില്ല. ലാബൊക്കെ നമുക്ക് എന്തായാലും കിട്ടും, പക്ഷെ പഠിക്കണം. അതിൻ്റെ ലാബ് നോക്കുമ്പോൾ എൻ്റെ സമയത്ത് ജാനുവരി ലാസ്റ്റ് ആയിരുന്നു, നമുക്ക് വേഗം എക്സാം ഉണ്ടായിരുന്നു, ജാനുവരി ലാസ്റ്റ് എക്സാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എന്താക്കി, കുറച്ചൊരു 1.5-2 weeks മുമ്പ് ഞാനത് പഠിച്ചു. ചില ആൾക്കാർ ലാബ് റെക്കോർഡ് എന്നിട്ട് ഫുൾ സമയം വെക്കും, ബയോളജി വരക്കണം റെക്കോർഡ് എന്നിട്ട് ഫുൾ ടൈം അങ്ങനെ വെക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറ്റുമെങ്കിൽ കസിൻസോ വരക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ നല്ലൊരു അഭിപ്രായം ഞാൻ പറയൂല. പറ്റുമെങ്കിൽ ഇഫ് പോസിബിൾ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഫ്രീ ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഐസ്ക്രീംസോ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് വരക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് അത്രയും സമയം തരുന്നത്. കാരണം നമുക്ക് എക്സാമിന് ഇതൊന്നും വരക്കാൻ വരില്ല. വന്നാലും 4 ഫിഗേഴ്സ് വരാം. അത് എനിക്ക് വന്നത് സെല്ലൊക്കെ ആയിരുന്നു. സെല്ലല്ല, വേറെ എന്തോ ഡയഗ്രാം ആയിരുന്നു. അതൊക്കെ ഈസി ഡയഗ്രാം, നമുക്ക് വരച്ച് പഠിക്കാനായിട്ട് ഡയഗ്രാമുള്ളൂ. മറ്റേത് കോക്രോച്ചിനൊക്കെ വരക്കാൻ ആ ഷേപ്പ് കിട്ടുന്നത് നമ്മളിതിനെ വരയ്ക്കുമ്പോൾ നമുക്ക് മുഞ്ചിലേക്ക് നമ്മൾ വിചാരിക്കും. ടീച്ചേഴ്സ് ഒന്നും പറയില്ലായിരിക്കും, പക്ഷെ നമ്മൾ അയ്യോ ഇത് രസമില്ല, മാറ്റി വരക്കണം, പിന്നെയും റേസർ എടുക്കും, അങ്ങ് ആ ഒരു ഭയങ്കര ഇതായിരിക്കും. അതില്ലാണ്ട് ഏറ്റവും നല്ലത് പറ്റുമെങ്കിലാണ്, ഞാൻ ഒരു ഇതായിട്ട് പറയുന്നില്ല. പിന്നെ റെക്കോർഡ്സിന് സമയം പറ്റുമെങ്കിൽ ക്ലാസ്, നമ്മൾ ലഞ്ച് ബ്രേക്ക് ആ ഒരു സമയത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നമുക്കത് എഴുതാമല്ലോ. ഞാൻ അധികം അങ്ങനെ ക്ലാസ്സിന് എഴുതി തീർക്കും. ഞാൻ വീട്ടിൽ നിന്ന് റെക്കോർഡ് എന്നിട്ട് ഇരിക്കലില്ല. പിന്നെ ലാസ്റ്റ് സമയത്ത് സ്കൂളിൽ തീരൂല എന്ന് തോന്നിയപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം റെക്കോർഡ് തുടങ്ങും. റെക്കോർഡ് എടുത്തിട്ട് പഠിക്കാൻ നിൽക്കില്ല, അപ്പോൾ ടയേർഡാവും. റെക്കോർഡ് എഴുതൽ എന്നൊരു ഇതാണല്ലോ. റെക്കോർഡ് കഴിയുന്ന മുമ്പ് തന്നെ പഠിച്ചിട്ട് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മ്യൂസിക് കേട്ടിട്ട് എങ്ങനെയാണ് റെക്കോർഡല്ല നമുക്ക് എഴുതി തീർക്കാം. കാരണം വാല്യൂസ് നമ്മൾ സ്കൂളിനൊക്കെ ഒരു റഫ് റെക്കോർഡ് ആദ്യം എഴുതണം. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ പിന്നെ മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് തെറ്റിലും അങ്ങനത്തെ ഇല്ല. അപ്പോൾ അത് വേഗം എഴുതാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ചെയ്തു. പിന്നെ മെയിനായിട്ട് സെൽഫ് സ്റ്റഡി ഇതൊക്കെ തന്നെ. പിന്നെ ഡിസിപ്ലിൻ ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും എവറസ്റ്റ് കയറുന്ന അത്ര ഡിഫിക്കൽട്ടി അങ്ങനത്തെ ഒരു ഇതേ കോൺസെപ്റ്റ് ഇല്ല. ഈസിയാണ്, പറ്റും, നമ്മളെ കൊണ്ടാവുന്നുള്ളൊരു കോൺഫിഡൻസ്. പിന്നെ ഒരു ഡ്രീം വെക്കാം. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ 1200 ആയിരിക്കും, ചില ആൾക്കാർക്ക് 98%, ചില പെർസെൻറ്റേജ് കയറും. നമ്മുടെ ഡ്രീം കോളേജ് കിട്ടുന്ന പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല.
അങ്ങനെയൊക്കെ ഉള്ള ആൾ നമ്മൾ പേഴ്സണലി ചേർക്കാം. ഇത് ഞാൻ എഴുതിനായിരുന്നു. ഞാൻ ആദ്യം ഒരു വീഡിയോ എടുത്ത് വെച്ചു. എക്സാമിന് പോകുന്ന മുമ്പ് എനിക്കിത് കിട്ടണം ആഗ്രഹമാണ്, കിട്ടിക്കില്ല ഇറ്റ്സ് ഓക്കെ, ഞാൻ വേറെ ട്രൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം റിസൾട്ട് ഇട്ട് ഞാൻ ആ വീഡിയോ നോക്കി. അപ്പോൾ ഭയങ്കര ഇതായിരിക്കുമല്ലോ, ഞാൻ അച്ചീവ് ചെയ്തല്ലോ. അതേപോലെ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ അടുത്തൊരു എംബിഷൻ അങ്ങനെ ഒരു നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഫോർ ഷുവർ കിട്ടുന്നൊരു കാര്യമുള്ളൂ. പിന്നെ പഠിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, വീഡിയോസ് എപ്പോഴും കാണണം. പിന്നെ മെയിൻലി PYQ സോൾവ് ചെയ്യുക. ജാനുവരി ഒക്കെ തൊട്ടിട്ട് തന്നെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക. പഠിച്ച ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. പഠിക്കാത്തത് നിന്നോട്ടെ, പഠിച്ചത്. ഇപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് മറ്റേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെ അവർ ഈസി ചാപ്റ്റർ. ആക്ച്വലി അത് ഈസിയാണ്, പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ തുടങ്ങി. എനിക്ക് ഇതാണോ ഓപ്ഷൻ, ഇതാണോ, അങ്ങനത്തെ കൺഫ്യൂഷൻ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ആ ചാപ്റ്ററിൽ കുറച്ചും കൂടി തറവാവാനുണ്ട്. അപ്പോൾ എനിക്ക് ഞാനപ്പം വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ റെക്കോർഡഡ് വീഡിയോയിൽ പോയിട്ട് ആ ക്ലാസ് ആദ്യം പഠിക്കും. എന്നിട്ട് ഞാൻ വന്നിട്ട് PYQ ചെയ്യും. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു ഇതിൽ അങ്ങനെയും ഒരു ഇതായിട്ട് മാറി. അപ്പോൾ പഠിച്ചാൽ പറ്റുന്നതേ ഉള്ളൂ, പിന്നെ പഠിക്കാം. നമ്മൾ കാര്യം ചെയ്താൽ എന്തായാലും റിസൾട്ട് നമുക്ക് കിട്ടുമല്ലോ. ആ രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തായിട്ട് ഒന്നുമില്ല, അത്രേ ഉള്ളൂ. കൺസിസ്റ്റന്റ് ആയാൽ എല്ലാം ശരിയാവും എന്നാണ് നമ്മളുടെ ആമിനെക്കുട്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ അവനെക്കുട്ടി ഇതേപോലെ തന്നെ ഇപ്പം എന്ത് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റട്ടെ. ഇനിയുള്ള കോളേജസിലായാലും ഇനി ഏത് എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിലും എല്ലാത്തിലും നല്ല മാർക്കോടെ കൂടെ എപ്പോഴും നല്ല ടോപ്പറായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും. ഇതേപോലെ കോൺഫിഡന്റ് ആയി വൈബ്രന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ. നല്ലൊരു ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് ഇത്രയും നേരം മോളോട് സംസാരിച്ചതെന്ന് കിട്ടിയത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എല്ലാ കാലവും. അങ്ങനെയാണെങ്കിൽ മോളോട് സംസാരിക്കാനൊക്കെ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. ഇനി അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം.